കോഴിക്കോട് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവിജയത്തിന്റെ 53ാം വാർഷിക ദിനം ആചരിച്ചു. പരിപാടി റിട്ടയേർഡ് കേണൽ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യ നേടിയ ഐതിഹാസിക വിജയം ഒരിക്കലും മറക്കാനാവാത്തതാണ്. ബംഗ്ലാദേശ് എന്ന ഒരു പുതിയ രാഷ്ട്രത്തിന്റെ പിറവിയും പാകിസ്ഥാന്റെ പരാജയമായിരുന്നു യുദ്ധത്തിന്റെ പരിണതഫലം. പാകിസ്ഥാൻ സൈനിക മേധാവി AK നിയാസിക്കൊപ്പം 93,000 പാകിസ്ഥാൻ സൈനികരാണ് ഇന്ത്യൻ സൈന്യത്തിനു മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയത്. യുദ്ധത്തിൽ 3,000 സൈനികർ വീരമൃത്യു വരിക്കുകയും 1,163 പേരെ കാണാതാവുകയും 12,000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഭാരതത്തിന്റെ യശസ് വാനോളമുയർത്തിയ ഈ യുദ്ധവിജയത്തിന്റെ 53ാം വാർഷികം കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കോഴിക്കോട് ജില്ലാ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മാനാഞ്ചിറയിൽ വെച്ച് നടന്നു. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീരസൈനികരുടെ സ്മരണാർത്ഥം ദീപസമർപ്പണവും നടത്തി. പുതുതലമുറയ്ക്കും പൊതുജനങ്ങൾക്കും നമ്മുടെ രാജ്യത്തെക്കുറിച്ചും ഈ ദിനത്തിന്റെ പ്രാധാന്യം എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും സൈനിക ബോർഡ് വൈസ് പ്രസിഡന്റ് ജയരാജൻ പറഞ്ഞു. രാജ്യത്തിന്റെ ആർമി നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളെപ്പറ്റി, ആ യുദ്ധത്തിൽ വീരമൃത്യു മരിച്ച 3,900-ഓളം പട്ടാളക്കാരുടെ ദുഃഖങ്ങളിൽ പങ്കെടുക്കാനും പങ്കുചേരാനും അതുപോലെ തന്നെ അവരുടെ ആത്മാക്കൾക്ക് ശാന്തി പകരാനും നന്മകൾ നേരാനും കൂടി ഉദ്ദേശിച്ചാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ വിദ്യാർത്ഥികളെയും കുട്ടികളെയും അതുപോലെ തന്നെ പൊതുജനങ്ങളെയും നമ്മളുടെ ഇന്ത്യൻ ആർമിയുടെ ചരിത്രത്തിൽ ലോകത്തിൽ തന്നെ സ്ഥാനം പിടിച്ച ഈ മഹായുദ്ധത്തിന്റെ കീർത്തിയെപ്പറ്റി പരിചയപ്പെടുത്താനും ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ആഘോഷിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.